ഹായ് ഹലോ എല്ലാവർക്കും ജിയോ ബ്ലോഗ്സിലേക്ക് ഹാർദമായ സ്വാഗതം. കോപ്പിറൈറ്റ് ക്ലെയിം ഇല്ലാത്ത മ്യൂസിക് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം, ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനലിലേക്ക് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമൻറ്റുകളിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. എങ്ങനെയാണ് നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം ഇല്ലാത്ത മ്യൂസിക് ആഡ് ചെയ്യാന്നുള്ളത്? തുടക്കക്കാരനാണ്, അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാത്ത രീതികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം, എൻ്റെ റിക്വസ്റ്റാണ്. അതേപോലെ ഇപ്പോൾ പുതിയതായിട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഹൈപ്പ് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ വേണമെങ്കിൽ ഞാൻ സ്ക്രീനിൻ്റെ സൈഡിൽ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതേപോലെ നിങ്ങളും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റിൽ റൈറ്റ് സൈഡിൽ 2 ഡോട്ട് കാണാം. ആ ഡോട്ടിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് സ്വിപ്പ് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഹൈപ്പ് എന്നുള്ള. ആ ഹൈപ്പിൽ ടച്ച് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ഹൈപ്പ് ചെയ്യുക, ചെയ്യാതിരിക്കരുത്. അപ്പോൾ നേരെ നമുക്ക് വീട്ടിലോട്ട് പോകാം. ആദ്യം തന്നെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് സെർച്ച് ചെയ്യുക m.youtube.com. ഞാനിത് ആദ്യം ഓൾറെഡി ചെയ്ത് വെച്ചത് കൊണ്ട് ഇതിൽ കാണിക്കുന്നതാണ്. അതില്ലെങ്കിൽ നിങ്ങൾ m.youtube.com ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഓപ്പൺ ആയതിനു ശേഷം നേരെ മുകളിൽ റൈറ്റ് സൈഡിൽ ഈ അറ്റത്ത് കാണുന്ന ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കുക. അതിനുശേഷം ഇവിടെ കാണുന്നില്ലേ നമ്മുടെ ഗൂഗിൾ ഹെൽപ്പ് താഴെ, ഈ ഗൂഗിൾ ഹെൽപ്പ് എന്നുള്ളതിൽ ഈ യൂട്യൂബിൽ നിന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഈ ക്രോം ബ്രൗസറിൽ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിങ്സ് നമുക്ക് ഒന്നും കൂടി അധികമായിട്ടുള്ള ഫ്യൂച്ചറൊക്കെ നമുക്ക് ഈ ക്രോം ബ്രൗസർ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കയറി വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾ ഏറ്റവും മുകളിൽ ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നില്ല ഈ മ്യൂസിക്കിൻ്റെ ഐക്കൺ, അതിലൊന്ന് ടച്ച് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് ഒരുപാട് ഈ കോപ്പിറൈറ്റ് ക്ലെയിം ഇല്ലാത്ത മ്യൂസിക്കാണ് നമുക്ക് ഇവിടെ ഈ കാണിച്ച് തന്നിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇനി സെർച്ച് ചെയ്യണമെങ്കിൽ നേരെ അവിടെ നമ്മൾ സെർച്ച് ബാറുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഏത് തരം സോങ് ആണെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് അവിടെ വരുന്നതാണ്. പിന്നെ നമ്മളിത് ഡൗൺലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറ്റത്ത് നിങ്ങളുടെ ഈ പ്ലേ ബട്ടൺ കാണുന്നുണ്ട്, ഏറ്റവും മുകളിൽ ഇവിടെ പ്ലേ ബട്ടൺ കാണാം. ആ പ്ലേയിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് അതിന് നേരെ തന്നെ ഈ അവസാനം കാണുന്നില്ല ഡൗൺലോഡ്, ആ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അതേപോലെ ഇതിൽ ഇനി നിങ്ങൾക്ക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ മുകളിൽ കണ്ടില്ലേ, ഈ മുകളിൽ അടുത്ത ഭാഗത്തായിട്ട് സെർച്ച് ഫോർ ഫിൽറ്റർ ലൈബ്രറി എന്ന് കാണാം. ഇനി അത് കൂടാതെ സൗണ്ട് എഫക്ട്സ് നമ്മൾ സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് എഫക്റ്റ് അങ്ങനെയുള്ള രീതികളിലൊക്കെ ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ DJ മോഡലുള്ള മ്യൂസിക്, പിന്നെ കിഡ്സിൻ്റെ, അങ്ങനെ പല ഇതായിട്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ സെർച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല. കാരണം അത്രയും നമ്മൾ അപ്ലോഡ് ചെയ്ത് അതൊരു കോപ്പിറൈറ്റ് ക്ലെയിം നമുക്ക് യൂട്യൂബിൽ കാണിക്കുമ്പോൾ അത് അത്രയും നമ്മൾ എഡിറ്റൊക്കെ ചെയ്ത് നമ്മൾ ചെയ്യുന്നില്ലേ. അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്രയും ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല നമുക്ക് ഇതേപോലെ നമ്മൾ ഈ സെർച്ച് ചെയ്യുന്നതിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ യൂട്യൂബിൽ കോപ്പിറൈറ്റ് ക്ലെയിം ഇല്ലാത്ത മ്യൂസിക് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻറ്റുകൾ മറക്കരുത്, ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതും സ്കിപ്പ് ചെയ്ത് പോകരുത്. ഒരു 2 മിനിറ്റ് എനിക്ക് വേണ്ടിയിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗ് കാര്യങ്ങൾ ടിപ്സൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റുകളിലൂടെ ഒന്ന് അറിയിക്കുക. എന്നാലേ എനിക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ എങ്ങനെ ചെയ്യണം, ഒന്നുകൂടി ബെറ്ററായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെയുള്ള മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തുടക്കക്കാരെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളെപ്പോലെ എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ എല്ലാവരും ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളോട് ഞാൻ അങ്ങനെ അഭ്യർത്ഥിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.